Interaction of operations management with other areas. An organization function can be broadly divided into finance, operation and marketing. അപ്പോൾ ഇതിൽ ഈ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ഇൻറ്ററാക്ഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ് സാധ്യമാവണമെങ്കിൽ അവിടെയുള്ള ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലൊരു ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഓർഗനൈസേഷൻ എന്താ പറയുക ഒരു ഫുൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ കമ്പൈൻ ചെയ്ത് പ്രവർത്തിച്ചാൽ മാത്രമേ അതിനൊരു ഗുഡ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ എഫക്റ്റീവാണ്, ബട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തീരെ വീക്കാണെങ്കിൽ ഒരിക്കലും അതൊരു സക്സസ്സിലേക്ക് പോവില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് വരുന്നത് എന്താണ്, ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് അക്വയർ ചെയ്യുക. അതായത് ഫണ്ട്, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പൈസ വേണ്ടി വരും. ആ ഫണ്ട് അക്വയർ ചെയ്തിട്ട് അതിൻ്റെ അലോക്കേഷനും പിന്നെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷനും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് അത് അലോക്കേറ്റ് ചെയ്യുക, അതെങ്ങനെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്താണ്, ഓപ്പറേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, അതിന് എത്ര കോസ്റ്റ് വരും, ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ തന്നെ എന്താണ്, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ഇൻറ്ററാക്ഷൻ വരണം. പിന്നെ ഉള്ളത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന എന്താണ്, മാർക്കറ്റിലെ നീഡ്സും വാണ്ട്സും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഐഡിയാസ് കൊടുക്കുക. പിന്നെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം, അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് അത് കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ ഈ നീഡ്സും വാണ്ട്സൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് എവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം, ഒരു ഓർഗനൈസേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയ ഫിനാൻസ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഇതൊക്കെ തമ്മിൽ എന്താണ് ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇൻറ്ററാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്മൂത്ത് വർക്കിംഗ് പോസിബിൾ ആവുള്ളൂ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വിപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള ചിലത് ഏതൊക്കെയാണെന്നുള്ളത്, കാരണം എല്ലാ കാര്യങ്ങളും മാനുവലി ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് ഈ ലാർജ് സൈസ് ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ മെറ്റീരിയൽസിൻ്റെ ഹാൻഡ്ലിംഗ് ഒന്നും മാനുവലി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി ഇൻ ദി ഓപ്പറേഷൻ സിസ്റ്റം. ദ സ്പീഡ് ഓഫ് ദി മെറ്റീരിയൽ ഫ്ലോ അക്രോസ് ദി സപ്ലൈ ചെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്പ് ഓഫ് ദി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ് ഈസ് യൂസ്ഡ്. അപ്പം നമ്മുടെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് അതിനനുസരിച്ചിരിക്കും. The various operation activities like the uploading of incoming materials from transport equipment, moving the unloaded material to the assigned storage place, lift the material from its storage place during order picking, move the material for inspection and packing, and load the package onto the transport vehicle. ഇതൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിൽ വരുന്ന ആക്ടിവിറ്റീസ്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യണം, റോ മെറ്റീരിയൽ വരുമ്പോൾ അത് നമ്മുടെ സ്റ്റോർ ഹൗസിലേക്ക് ഇറക്കണം. വെയർഹൗസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലേക്ക് ഇറക്കിയിട്ട് അത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ പ്രോസസ്സിലേക്ക് എത്തിക്കണം. അവിടെ എത്തിയിട്ട് പിന്നെ അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുമ്പോൾ ആ ഒരു രീതിയിൽ എത്തിക്കണം. അവിടെ നിന്ന് പിന്നെ നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് എന്താണ്, അല്ലെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം. അങ്ങനെ പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആവശ്യമാണല്ലോ. അതിനെയൊക്കെയാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ്സിൽ ഫസ്റ്റ് വണ്ണാണ് ലിഫ്റ്റിംഗ് ഇക്വിപ്മെൻറ്റ്. ദീസ് ആർ യൂസ്ഡ് ടു മൂവ് പ്രോഡക്റ്റ് അറൗണ്ട് ദി പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഫ്രം ലോഡിംഗ് ബേ ടു സ്റ്റോറേജ്, ഫ്രം സ്റ്റോറേജ് ടു പ്രൊഡക്ഷൻ, അറൗണ്ട് പ്രൊഡക്ഷൻ, ഫ്രം പ്രൊഡക്ഷൻ ടു സ്റ്റോറേജ് ആൻഡ് ഫ്രം സ്റ്റോറേജ് ടു ലോഡിംഗ് ബേ. അങ്ങനെയാണ്. അതായത് നമ്മൾ റോ മെറ്റീരിയൽസ് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് ഇറക്കി അതിനാണ് ബേ എന്ന് പറയുന്നത്. ആ ഇറക്കിയ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകണം. പിന്നെ സ്റ്റോറേജിൽ നിന്ന് നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുപോകണം. പിന്നെ പ്രൊഡക്ഷനിൽ തന്നെ ചില
2-3 പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിൽ എറൗണ്ട് പ്രൊഡക്ഷൻ അതിലേക്കൊക്കെ കൊണ്ടുപോകണം. പിന്നെ ഫ്രം പ്രൊഡക്ഷൻ ടു സ്റ്റോറേജ് വീണ്ടും നമ്മൾ ഫൈനൽ ഗുഡ്സ് ആക്കി കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകണം. പിന്നെ അതെന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്ത് പിന്നെ അതെന്താ പറയുക, ഫൈനൽ ഗുഡ്സ് നമ്മൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകില്ലേ. അപ്പോൾ അതിന് വീണ്ടും എന്ത് ചെയ്യണം, നമ്മളത് ലോഡിംഗ് ബേയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇക്വിപ്മെൻറ്റ്സിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഇക്വിപ്മെൻ്റ് എന്ന് പറയുക. അതായത് ലിഫ്റ്റ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ലിഫ്റ്റ് ചെയ്യുക. അതായത് റോ മെറ്റീരിയൽ കൊണ്ടുവന്ന് ഇറക്കിയെടുത്ത് അത് നമ്മുടെ റോ മെറ്റീരിയൽ സ്റ്റോറേജിൽ നിന്ന് പ്രൊഡക്ഷനിൽ നിന്ന് പ്രൊഡക്ഷൻ്റെ തന്നെ ഡിഫറെൻറ്റ് പ്രോസസ്സിലേക്ക്, വീണ്ടും എന്താണ് ഫൈനൽ പ്രോഡക്റ്റ് ആയതിനു ശേഷം വീണ്ടും സ്റ്റോറേജിലേക്ക്, പിന്നെ ഫാക്ടറിയുടെ പുറത്തേക്ക് ഫൈനൽ ഗുഡ്സ് പോകാൻ വേണ്ടിയിട്ട് ലോഡിംഗ് ബേയിലേക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. ആ ഒരു ലിഫ്റ്റിംഗ് ഒക്കെയാണ് ലിഫ്റ്റിംഗ് ഇക്വിപ്മെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, സ്റ്റോറേജ് ഇക്വിപ്മെൻറ്റ്. Storage equipment is used to store materials, components and assemblies. The level of complexity of this type of equipment is wide-ranging, from a welded cantilever steel rack to hold lengths of stock materials to a powered vertical carousel system. അതായത് സ്റ്റോറേജ് ഇക്വിപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇക്വിപ്മെൻറ്റ് ഇറ്റ്സെൽഫ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യും. അതായത് നമുക്ക് സാധനങ്ങൾ പ്രത്യേക രീതിയിലൊക്കെ ചിലപ്പം സ്റ്റോർ ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഫ്രീസേഴ്സൊക്കെ ഉണ്ടാവില്ലേ, ഫ്രീസേഴ്സ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇക്വിപ്മെൻറ്റ്, അല്ലെങ്കിൽ അതൊരു മെഷീനാണ്. അവിടെ എന്താ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യാണ്. അപ്പം അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള റെഫ്രിജറേറ്റർ മുതൽ അല്ലെങ്കിൽ ഫ്രീസർ മുതൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ട്, അത് ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ ഓഫ് ഓപ്പറേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിൽ നടക്കുന്ന വർക്കിൻ്റെ നാച്ചർ ഡിപ്പെൻഡ് ചെയ്തിട്ട് പലതരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ളൊക്കെ സ്റ്റോറേജ് ഇക്വിപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് വൺ, ഓട്ടോമാറ്റഡ് ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ്. അതായത് ഈ ഹാൻഡ്ലിംഗ് ആക്ടിവിറ്റീസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്. നമുക്ക് ചില ഫാക്ടറീസിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, അതായത് ഒരു സ്ഥലത്ത് നിന്ന് പാക്കേജിങ് നിന്ന് കറക്റ്റ് മൂവായിട്ട് അടുത്ത ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രോഡക്റ്റ്സ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പാക്കായിട്ട് വരിക, അങ്ങനത്തെ ഒക്കെ കാണുന്നില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ഒരാളും അതിൽ ഇടപെടുന്നില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ മെഷീൻസിനെയാണ് പറയുന്നത് ഓട്ടോമാറ്റഡ് ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ്. Fully automated handling systems ensure that the materials are delivered to the production line when required without significant manual intervention. പിന്നെ അതേപോലെ ഈ കുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഈ കോഫി മെഷീൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ മിക്സൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്താണ്, ഈ മിക്സ് കാര്യങ്ങളൊക്കെ മാനുവൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെ ആ ഒരു മെഷീൻ അതിൻ്റെ സെറ്റിങ്സ് അനുസരിച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇതിനൊരു എക്സാമ്പിളായിട്ട് പറയാം. പിന്നെ എത്രത്തോളം ഓട്ടോമാറ്റഡ് ആണെന്നുള്ളത് എന്താണ്, ഡിപ്പെൻഡ്സ് ഓൺ ദി നാച്ചർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻ്റെ നാച്ചർ അനുസരിച്ചാണ്. ചിലപ്പോൾ എന്താണ് കുറച്ചും കൂടി ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ നമ്മുടെ എംപ്ലോയീസൊക്കെ ചെയ്യുമ്പം കുറേ കൂടെ റിസ്ക് വരാൻ ചാൻസസ് ഉള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഡേഞ്ചേഴ്സിന് ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മെഷീൻസ് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കൊക്കെ ആയിട്ട് ചെയ്യും. ആ രീതിയിൽ അതിൻ്റെ റേഞ്ച് മാറിക്കൊണ്ടിരിക്കും, എത്രത്തോളം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. അതാണ് ഓട്ടോമാറ്റഡ് ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ്. നെക്സ്റ്റാണ് റോബോട്ടിക്സ്. നമ്മൾ കേൾക്കുന്നതാണ് ഇപ്പം റോബോട്ട്സിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വർക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ അത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ റോബോട്ടിൻ്റെ രൂപം തന്നെ ആവണമെന്നില്ല, ആ ഒരു എന്താ പറയുക, ഇത്തിരി ബുദ്ധി ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെഷീൻസിനെയൊക്കെ നമ്മൾ റോബോട്ടിക്സ് എന്ന് പറയും. In manufacturing applications, robots can be used for assembly work process such as painting, welding, etc., and for material handling. More recently, robots are equipped with sensory feedback through vision and ടാക്റ്റൈൽ സെൻസ്. അതായത് കാണാനും കേൾക്കാനും ഒക്കെ അങ്ങനത്തെ പറ്റുന്ന രീതിയിലുള്ള റോബോട്ട്സൊക്കെ റീസെൻ്റായിട്ട് ഡെവലപ്പായി വരുന്നുണ്ട്, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് അങ്ങനത്തെ റോബോട്ട്സിനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയും നമുക്ക് ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെയിൻറ്റിങ്, വെൽഡിങ്, അല്ലെങ്കിൽ മെറ്റീരിയൽ ഹാൻഡ്ലിങ്, ഇതിനൊക്കെ തന്നെ നമുക്ക് റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ആണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഇക്വിപ്മെൻറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്.